റാപ്പർ വേടനെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. വനംവകുപ്പ് എടുത്ത കേസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഒന്നുമില്ല, ഇങ്ങനൊരു കുറ്റകൃത്യം കണ്ടെത്തിയാൽ വനംവകുപ്പ് സ്വീകരിക്കേണ്ട ഏറ്റവും ലളിതമായ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെയുള്ളത് ചുമത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ അത് സംബന്ധിച്ച് ധരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ നിയമ നടപടികളിൽ പോകും. കോടതിയാണ് അതിൻ്റെ അകത്ത് വരിക. അത് 7 കൊല്ലം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കാവുന്ന വകുപ്പുകളാണുള്ളത്. അതിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. രേഷ്മ, ലഹരി കേസിൽ തടിയൂരെങ്കിലും റാപ്പർ വേടൻ വനംവകുപ്പിന്റെ കേസിൽ കുടുങ്ങും എന്നതാണോ? അതെ അനു, അതായത് ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റാപ്പർ വേടനെ കൈമാറിയത്. രാത്രി മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ തുടരുകയാണ് വേടൻ. അതായത് കോടനാട്ടെ റേഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഉച്ചയോടുകൂടി പെരുമ്പാവൂർ കോടതിയിൽ വേടനെ ഹാജരാക്കാനായിട്ടുള്ള നടപടികളായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. പുലിപ്പല്ല് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പുലിപ്പല്ല് നിലവിൽ തമിഴ്നാട്ടിൽ ഒരു ആരാധകൻ നൽകിയതാണ് എന്നുള്ള മൊഴിയാണ് റാപ്പർ വേടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതല്ലായിരുന്നു വേടന്റെ മൊഴി. അതായത് തായ്ലൻഡിൽ നിന്നും താൻ വാങ്ങിയതാണ് പുലിപ്പല്ല് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വേടൻ നൽകിയ മൊഴി. പക്ഷെ അത് പിന്നീട് വീണ്ടും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിൽ അതല്ല, ആരാധകൻ നൽകിയതാണെന്നുള്ള രീതിയിലേക്ക് എത്തുകയായിരുന്നു. ഈ ആരാധകനെ കേന്ദ്രീകരിച്ച്, അതായത് ആരാധകന് എവിടെ നിന്നാണ് പുലിപ്പല്ല് ലഭിച്ചത്, മൃഗവേട്ട അടക്കം ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേകമായിട്ട് പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്. എന്നാലും പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളായിരിക്കും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമേ ചുമത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആയുധങ്ങളടക്കം ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അതായത് അരിവാൾ മാതൃകയിലുള്ള ഒരു ചെറിയൊരു ആയുധം, അതോടൊപ്പം തന്നെ മറ്റ് അളവ് തൂക്ക ഉപകരണങ്ങളൊക്കെയായിരുന്നു റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തത്. അത് കൂടാതെ തന്നെ ഈ കഞ്ചാവ് പൊടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ക്രഷർ, അത് ഉപയോഗിക്കുന്ന പേപ്പർ, പിന്നീട് അതിന്റെ ബീഡിക്കുറ്റി, അതായത് ബീഡിയിലും കഞ്ചാവ് വലിച്ചിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ഇതടക്കമായിരുന്നു പോലീസ് കണ്ടെടുത്തത്. പിന്നീട് 9.5 ലക്ഷം രൂപ, കുറച്ച് മൊബൈൽ ഫോണുകൾ. ഈ 9.5 ലക്ഷം രൂപ നേരത്തെയുള്ള ഷോയിൽ തനിക്ക് പ്രതിഫലമായിട്ട് ലഭിച്ചതെന്നായിരുന്നു റാപ്പർ വേടൻ നൽകിയ മൊഴി. ഈ കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു വേടനെ. എന്തായാലും നിലവിൽ ഈ കേസ്, വനംവകുപ്പ് എടുത്തിട്ടുള്ള കേസിൽ ജാമ്യമില്ലാ കുറ്റമടക്കം ചുമത്തിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളും അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ കുറ്റം, അതായത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശിക്ഷാ നടപടികൾ തീരുമാനിക്കുന്നത് കോടതിയാണെന്നാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വേടന്റെ ഈ പുലിപ്പല്ല്, അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലം കൂടി ഈ ഒരു കേസിൽ നിർണായകമായിട്ട് മാറുകയും ചെയ്യും. പുലിപ്പല്ല് ഒറിജിനൽ ആണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നത്. മൃഗവേട്ട അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണമെങ്കിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ആരാധകന് എവിടെ നിന്ന് ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്. എന്നാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാനായിട്ടുള്ള നടപടികൾ കൂടി ഉദ്യോഗസ്ഥർ സ്വീകരിക്കുക. അനു. ശരി രേഷ്മ.